നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. NMMS USS പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ. 48 വിദ്യാർത്ഥികൾ USS നേടിയപ്പോൾ 20 കുട്ടികൾ NMMSന് അർഹത നേടി. കഞ്ചാവ് വലിക്കാൻ കൊടുത്ത് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ യുവാവിന് 75 വർഷം കഠിന തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. പതിറ്റാണ്ടു മുമ്പ് 1ാം ക്ലാസ്സിൽ പഠനം തുടങ്ങിയ പെരിഞ്ചേരി LP സ്കൂളിന് തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകാൻ പൂർവ്വ വിദ്യാർത്ഥി. വാർത്തകൾ വിശദമായി. NMMS USS പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ. 48 വിദ്യാർത്ഥികൾ USS നേടിയപ്പോൾ 20 കുട്ടികൾ NMMSന് അർഹത നേടി. USS പരീക്ഷയിൽ ചേർപ്പ് ഉപജില്ലയിൽ 1ാം സ്ഥാനവും തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ സ്കൂളിന് 2ാം സ്ഥാനവും നേടാനായി. സ്കൂളിൽ നടന്ന അനുമോദന യോഗത്തിൽ മധുരം വിതരണം ചെയ്തു. പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, USS സ്റ്റാഫ് കോർഡിനേറ്റർ അഞ്ജു എന്നിവർ സംസാരിച്ചു. ഒരു ഹെഡ് മാസ്റ്റർ എന്ന രീതിയിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. കാരണം SSLC റിസൾട്ട് വന്നു, മികച്ച വിജയമുണ്ട് നമുക്ക്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ USS റിസൾട്ട് വന്നിട്ടുള്ളത്. ഒരു ചരിത്ര വിജയം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. 48 പേർക്കാണ് നമുക്ക് USS കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് 16 പേര്, അതിന് മുമ്പ് 32, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ടോപ്പാണ്. സത്യത്തിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊരു സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു അച്ചീവ്മെൻ്റാണ് USS എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇപ്പോൾ NMMSും ഇന്ന് ശരിക്കും ഒരു വിജയ ദിവസമായിട്ട് ആഘോഷിക്കുകയും ഞങ്ങൾ NMMS വാങ്ങിച്ച് 20 പേരുണ്ട്, അതുപോലെ USS വാങ്ങിച്ച് 48 പേരുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ മധുരം പങ്കുവയ്ക്കുന്നു, അതുപോലെ പടക്കം പൊട്ടിച്ച ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത്. കാരണം ഒരു ഇരട്ടി മധുരമാണ് ശരിക്കും SSLC റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇരട്ടി മധുരം പോലെ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ വിജയം ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. USS NMMS വിജയമാണ് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത്. USSന് ഇവിടെ 48 കുട്ടികളാണ് സ്കോളർഷിപ്പിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ NMMS 20 കുട്ടികളുമാണ്. അപ്പം ഞങ്ങളുടെ ചരിത്ര വിജയം തന്നെ പറയാം. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഒപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട HM ഉണ്ണികൃഷ്ണൻ മാഷുക്കും എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ഞങ്ങൾ ടീം സ്പിരിറ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ വർഷം. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ ഇത്രയും നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ HM ഉണ്ണികൃഷ്ണൻ മാഷിനും വളരെയധികം നന്ദി പറയുകയാണ്. സാറിൻ്റെ വലിയൊരു മോട്ടിവേഷനും സപ്പോർട്ടും പിന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാം കഠിനാധ്വാനവും പരിശീലനവും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് ഈ നേട്ടം വരിക്കാൻ സാധിച്ചത്. ഇതൊരു മുന്നോടിയായി ഇനിയും ഈ വിജയം തുടരാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഞ്ചാവ് വലിക്കാൻ കൊടുത്ത് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ യുവാവിന് 75 വർഷം കഠിന തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. അതിജീവിതയെ LKG പഠിക്കുന്ന സമയം മുതൽ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അതിജീവിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കഞ്ചാവ് വലിക്കാൻ കൊടുത്ത് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ 2024 വർഷത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ചൊവ്വൂർ സ്വദേശി തണ്ടക്കാരൻ വീട്ടിൽ 25 വയസ്സുള്ള ശ്രീരാഗ് എന്നയാളെയാണ് പോക്സോ നിയമപ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമം, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം 75 വർഷത്തെ കഠിന തടവിനും 4,75,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ നമ്പർ 2 കോടതി ജഡ്ജ് ജയാപ്രഭു ആണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും കേസിലെ തെളിവുകൾക്കായി 14 സാക്ഷികളെ വിസ്തരിക്കുകയും 22 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന VS ബിനീഷ്,
എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ ലൈജുമോൻ സിവിയാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. സബ് ഇൻസ്പെക്ടർ ഗിരീഷ്, SCPO സിൻഡി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത KM, അഡ്വക്കേറ്റ് ഋഷി ചന്ദ് എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ സഹായത്തിനായി ASI വിജയശ്രീ, CPO അൻവർ എന്നിവർ പ്രവർത്തിച്ചു. 7.5 പതിറ്റാണ്ട് മുമ്പ് 1ാം ക്ലാസ്സിൽ പഠനം തുടങ്ങിയ പെരിഞ്ചേരി LP സ്കൂളിനെ തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകാൻ പൂർവ്വ വിദ്യാർത്ഥി അവണിശ്ശേരി കല്ലൂർ മനക്കൽ ശശികുമാറാണ് ആദ്യാക്ഷരം മധുരം പകർന്ന വിദ്യാലയത്തിന് ഓഡിറ്റോറിയം സമർപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി എഞ്ചിനീയറായ ശശികുമാർ ദുബായിൽ വ്യവസായിയാണിപ്പോൾ. ശശികുമാർ 6 മാസം മുൻപ് സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു. കുരുന്നുകൾ നിലത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് കണ്ട് 200-ലധികം വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ മേശയും കസേരയും അന്ന് സ്കൂളിന് വാങ്ങി നൽകിയാണ് തിരിച്ചുപോയത്. താൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചോറുപാത്രം ഉച്ചയ്ക്ക് തുറന്നു കഴിക്കാൻ നേരം നിറയെ ഉറമ്പു വന്ന് കഴിക്കാൻ പറ്റാതെ വന്ന അനുഭവം അദ്ദേഹം സ്മരിച്ചിരുന്നു. അതാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇപ്പോഴിതാ സ്കൂളിൽ തന്റെ പ്രിയതമ വത്സയുടെ സ്മരണയ്ക്കായി 7 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച 3260 ചതുരശ്ര വിസ്തീർണത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയം പണിതു നൽകാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. ശശികുമാറിന്റെ സഹോദരൻ KK വാസുദേവൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അവണിശ്ശേരി ബാങ്ക് പ്രസിഡന്റും ഓഡിറ്റോറിയം നിർമ്മാണ സമിതി പ്രസിഡന്റുമായ CK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് K ശശിധരൻ, പ്രൊഫസർ MR ശങ്കരനാരായണൻ, VP ജയറാം, VK ശശിധരൻ, PR ഗംഗാധരൻ, AR ജയൻ, ഹെഡ്മാസ്റ്റർ MK പ്രസാദ്, EM ലില്ലി എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനായി M സുജിത് കുമാർ ചുമതലയേറ്റു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, CC ശ്രീകുമാർ, ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് വെറ്റിനറി പോളിക്ലിനിക്കിൽ രാത്രികാല മൃഗചികിത്സ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ A രഞ്ജിനി, അന്തിക്കാട് താന്നിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മൊബൈൽ യൂണിറ്റ് പ്രവർത്തനങ്ങൾക്കായി 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്ററിനറി സേവനം കർഷകരുടെ വീട്ടുപടിക്കലെത്തുക. മൊബൈൽ വെറ്ററിനറി സംവിധാനത്തിലൂടെ നൽകുന്ന സേവനങ്ങൾക്ക് നിശ്ചയിച്ച നിരക്കുകൾ UPI സംവിധാനത്തിലൂടെയാണ് കർഷകർ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കേണ്ടത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. കോൺഗ്രസ് 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുരസ്കാര വിതരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, പുഷ്പാങ്കദൻ നായക്കാട്ട്, രഘുനാഥ് നായരിശ്ശേരി, വിശ്വനാഥൻ കോടപ്പുള്ളി, MA നിസാർ, സരോജിനി പേരോത്ത്, റാണി പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈഗ ബിജു, ലിബ ഫാത്തിമ, CP ഗൗരി, AM ആഷിഖ് റിസ്വാൻ, അദ്വൈത് ജീവൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം വിതരണം ചെയ്തത്. സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് BJP പഴയ കോൺഗ്രസ് നേതാക്കളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി സ്മാരക സമിതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എടുത്തു പറയാൻ ആരുമില്ലാത്ത BJP ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ആത്മാക്കളെ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. RSSനെ നിരോധിച്ച ആളാണ് പട്ടേൽ. പിന്നീട് ചേറ്റൂർ ശങ്കരൻ നായരെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ K കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവും തികഞ്ഞ മതനിരപേക്ഷവാദിയുമായ VR കൃഷ്ണൻ എഴുത്തച്ഛനെ സ്വന്തമാക്കാൻ നോക്കുകയാണ്. മക്കൾ രാഷ്ട്രീയം മാറിയാൽ ജീവിതകാലം മുഴുവൻ ചേർന്നു നിന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പിതാക്കന്മാർ എങ്ങനെയാണ് മാറിപ്പോകുന്നത്? കൃഷ്ണൻ എഴുത്തച്ഛൻ മരണം വരെ കോൺഗ്രസായി തന്നെ ജീവിച്ച ആളാണെന്നും മുരളീധരൻ പറഞ്ഞു.
TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. പ്രിയദർശിനി സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ഗഫൂർ തളിക്കുളം, ട്രഷറർ PK ഹരിദാസ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ടൂർണമെന്റിൽ മിന്നും വിജയവുമായി ഇന്റർനാഷണൽ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ഓർഗനൈസേഷനിലെ പാടൂർ ബുഷി ഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ സെന്റർ. മൈസൂരിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഫുൾ കോണ്ടാക്ട് ഓർഗനൈസേഷൻ ഓപ്പൺ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ടൂർണമെന്റിലാണ് മികച്ച വിജയം കരസ്ഥമാക്കിയത്. പാടൂർ കരാട്ടെ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത 8 പേരാണ് വിജയം കരസ്ഥമാക്കിയത്. 3 പേർ ഗോൾഡ് മെഡലിനും ഒരാൾ സിൽവർ മെഡലിനും 4 പേർ വെങ്കല മെഡലിനുമാണ് അർഹത നേടിയത്. മുഹമ്മദ് ഫാദിൽ നഹിയാൻ, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് സഫാഹ്, ഷുഹൈബ് എന്നിവരാണ് ഗോൾഡ് മെഡൽ നേടിയത്. ജന്ന സൈനബ് എന്നിവർ മെഡൽ നേടുകയും മുഹമ്മദ് ആക്കിഫ് നബ്ഹാൻ, മുഹമ്മദ് റാസിഖ്, NM മിൻഹാൽ, ലിയ എന്നിവർ വെങ്കല മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. കരാട്ടെ അധ്യാപകരായ AL ഷഫീർ, അക്ബർ വെളിയങ്കോട് എന്നിവരാണ് ടീമിനെ നയിച്ചത്. വിജയികളെ ബുഷിറ്റോ കൈക്കാൻ കരാട്ടെ ഓർഗനൈസേഷൻ ഗ്രാൻഡ് മാസ്റ്റർ ഷുഹൈബ് മുഹമ്മദ് അഭിനന്ദിച്ചു. മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന കുട്ടികളുടെ ശ്രദ്ധ പഠന വിഷയങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ AI, AR, VR സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൃശൂർ അരിമ്പൂർ നാലാങ്കല്ല് സ്വദേശി നിതിൻ തയ്യാറാക്കിയ ഡിജിറ്റൽ പാഠ്യപദ്ധതിക്ക് അമേരിക്കൻ കമ്പനിയുടെയും ആമസോണിൻ്റെയും അംഗീകാരം. ഓഗ്മെന്റ് റിയാലിറ്റി സാങ്കേതിക വിദ്യയിലൂടെയുള്ള പഠനരീതി കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. കോവിഡിന് ശേഷം 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ പലർക്കും പഠനകാര്യങ്ങളിൽ വിമുഖതയുള്ളതായി നിതിൻ മനസ്സിലാക്കിയിരുന്നു. ഓൺലൈൻ ക്ലാസുകൾക്കും മറ്റുമായി കുട്ടികൾ കൂടുതൽ സമയവും ഉപയോഗിച്ചത് മൊബൈൽ ഫോണായിരുന്നു. സ്കൂളുകളിലേക്ക് മടങ്ങിയപ്പോൾ പല കുട്ടികളും പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും പാഠപുസ്തകങ്ങളിലേക്കാൾ ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഒരു വിഭാഗം കുട്ടികൾക്ക് താൽപ്പര്യമെന്നും നിതിൻ മനസ്സിലാക്കി. ഒപ്പം മൊബൈലുകളോടുള്ള കുട്ടികളുടെ അമിത ആകർഷണം പഠന വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട് കുട്ടികൾക്ക് അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്നതിനായി നിതിൻ ഓഗ്മെന്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ ഉപയോഗിച്ച് ഇതിനായി ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഗണിതവും ശാസ്ത്രമേഖലകളും സംബന്ധിച്ച അറിവുകൾ കുട്ടികൾക്ക് ചിത്രങ്ങളിലൂടെ അവരുടെ മൊബൈലിൽ കൂടി കണ്ടു മനസ്സിലാക്കിയാണ് പഠനരീതി. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ പ്രതലത്തിൽ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ അതിന്റെ പൂർണ്ണമായ കാഴ്ചകൾ ഓഗ്മെന്റ് റിയാലിറ്റി സാങ്കേതികവിദ്യയിലൂടെ മൊബൈലിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് വിജയമായതോടെ ഇത്തരത്തിൽ അരിമ്പൂർ പഞ്ചായത്തിലുള്ള ഏതാനും കുട്ടികൾക്ക് നേരിട്ടും ഇന്ത്യക്കകത്തും പുറത്തുമായി 100ഓളം കുട്ടികൾക്ക് ഓൺലൈനിലൂടെയും ഈ രീതിയിൽ ക്ലാസുകൾ നൽകി. കുട്ടികൾക്കായി നിർമ്മിച്ച നിതിന്റെ ഈ സംരംഭത്തിന് അമേരിക്കൻ കമ്പനിയായ NVIDIAയുടെയും ആമസോണിന്റെയും അംഗീകാരവും ഇതിനകം ലഭിച്ചു. ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടി നിതിന് തന്റെ ക്ലാസുകൾക്കായി ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപയുടെ ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾ ഇതുവഴി ലഭിക്കും. 8 മാസം മുൻപ് ആരംഭിച്ച ഈ ഡിജിറ്റൽ പാഠ്യപദ്ധതിക്കായി പരിശീലനം നേടിയ 200ഓളം ഡിഗ്രി, PG, BEd വിദ്യാർത്ഥികളാണ് നിതിന്റെ കൂടെ ക്ലാസുകൾ എടുക്കാനുള്ളത്. പാർട്ട് ടൈം ജോലിയായി ചെയ്യുന്നതിലൂടെ ഇവർക്ക് പഠനത്തിനാവശ്യത്തിനുള്ള തുകയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അരിമ്പൂർ 4ാം കല്ല് ജവാൻ റോഡിൽ കിഴക്കുംപുറത്ത് ഷാജുവിന്റെയും ബിജുലയുടെയും മകനാണ് നിതിൻ. കോവിഡിന് ശേഷം കുട്ടികൾ മൊബൈലിൻ്റെ ഒക്കെ ഉപയോഗം കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് മൊബൈൽ വഴി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ക്രീൻ വഴി അവരുടെ പഠനത്തിന് മുൻപോട്ട് കൊണ്ടുപോകാനാണ്. ആ ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മുടെ സാപ്പിയൻസ് എന്നുള്ളത് വന്നത്. ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കാമെന്നാണ്. AR, VR, AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ പഠനരീതി മനസ്സിലാക്കിയതിന് ശേഷം ഏത് ടെക്നോളജി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ അത് ഇമേജുകളായിട്ടും അല്ലാതെ ചലിക്കുന്ന ദൃശ്യവിസ്മയങ്ങളായിട്ടും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിൽ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രവർത്തന മികവ് മൂലം അമേരിക്കൻ കമ്പനികളായ NVIDIA, ആമസോൺ തുടങ്ങിയവരുടെ ഒരു പ്രോത്സാഹനം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ ഒരു ഉദ്യമം. കോടന്നൂർ തെക്കേക്കര ദേവസിക്കുട്ടി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് കോടന്നൂർ സെയിന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. NMMS USS പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ. 48 വിദ്യാർത്ഥികൾ USS നേടിയപ്പോൾ 20 കുട്ടികൾ NMMSന് അർഹത നേടി. കഞ്ചാവ് വലിക്കാൻ കൊടുത്ത് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ യുവാവിന് 75 വർഷം കഠിന തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. ഏഴര പതിറ്റാണ്ട് മുമ്പ് 1-ാം ക്ലാസ്സിൽ പഠനം തുടങ്ങിയ പെരിഞ്ചേരി LP സ്കൂളിന് തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകാൻ പൂർവ്വ വിദ്യാർത്ഥി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.